ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. അധികം ക്രീമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കണ്ണിൻ്റെ അടിയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കൺമഷി എടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് ഐബ്രോ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുരികത്തിന് എനിക്ക് വളരെ കളറ് കുറവാണ്, പുരികത്തിന് അങ്ങനെ കട്ടിയില്ലാത്ത ചെറിയ പുരികാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൺമഷി ഇട്ട് കൊടുക്കും. ശേഷം ഞാനൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇത് 4-5 ലെയറായിട്ട് വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇത് മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മളെ ദച്ചൂസും നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇങ്ങനെ കൈകൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കമ്മലൂടെ ഇട്ട് കൊടുക്കണം. ബ്ലാക്കും വൈറ്റും വരുന്നൊരു കമ്മലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഡ്രസ്സിന് ചേരുന്ന കമ്മലൊന്നും ഇടാൻ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇടാറ് കേട്ടോ. കയ്യിൽ കിട്ടുന്നത് ഏതാണോ അത്. ഇനി ഞാനൊരു വട്ടത്തിലുള്ള ഒരു നീല കളറ് പൊട്ടൂടെ വെച്ച് കൊടുക്കാം. ഞാൻ മുഖത്തൊന്നും അങ്ങനെ പൗഡർ ക്രീം കാര്യങ്ങളൊന്നും ഇങ്ങനെ ഡെയിലി ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. വല്ല ഫങ്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ക്രീമൊക്കെ തേക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീക്ക് പൗഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ മുടി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. മുന്നേ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു, പിന്നെ യു കട്ടിംഗ് ഒക്കെ 3-4 തവണ ചെയ്തു. അതിന് ശേഷം മുടിയൊക്കെ പാടെ പോയിട്ടാ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുടി വളരണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ കുളിക്കാറുള്ളത്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പറ്റിക്കിടക്കുന്നത്. അപ്പം ഞാനൊരു റിബൺ ബഫ് വെച്ചിട്ടാണ് കേട്ടോ മുടി കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ടേക്ക് ചെറുതായിട്ട് കുറച്ച് മുറിഞ്ഞ് കിടക്കുന്ന കഷ്ണമുടികളൊക്കെ ഒന്ന് എടുത്തിടണം. ഇതുപോലെ എടുത്തിട്ട് ഞാൻ കുറേ ചെറിയ ചെറിയ മുടികളൊക്കെ മുന്നോട്ട് വരും കേട്ടോ. ഇനി നമുക്ക് പ്രധാനമായും വെക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ, സിന്ദൂരാണ്. ഞാൻ അങ്ങനെ സിന്ദൂരമൊന്നും ഓവറായിട്ട് വെക്കാറൊന്നുമില്ല. എന്നാലും തോന്നുന്ന സമയത്ത് ഒരുപാട് വെക്കും, പിന്നെ ചില സമയത്ത് കുറച്ച് വെക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് സിന്ദൂരം ഇടാൻ പോകുന്നത്. അങ്ങനെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് സിന്ദൂരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.